നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. വേടൻ വേടൻ എന്ന ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു പേര് ഇന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. പക്ഷെ വേടൻ എന്ന ആ ഒരു വ്യക്തിയുടെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല അതിന്റെ പാഠ്യേതര പദ്ധതിയിൽ ചേർക്കുകയാണ് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കാണാനിടയായി. അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു സിലബസിൽ തേർഡ് സെമസ്റ്ററിന്റെ ഒരു ബിരുദ വിദ്യാർത്ഥികളുടെ സിലബസിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ട്, ഭൂമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പാട്ട്, അത് കുറച്ച് കോൺട്രവേഴ്സികളായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം അത് പാഠ്യ വിഷയമാക്കുന്നു. വേടന്റെ ഒരു സ്വപ്നമാണ് തന്നെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഒരു സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്റെ ഒരു സ്വപ്നമാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുക കൂടെ ഉണ്ടായി. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ട ആൾക്കാർക്ക്, ചുറ്റിനും കിരിക്കുന്ന ആൾക്കാർക്ക് കിടക്കപ്പുറതി ഇല്ലാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേടന്റെ പാട്ടുകൾ ഒരു പാഠ്യ വിഷയമാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കവിത അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടാണല്ലോ പാടുക, ആ ഒരു സംഭവം അതൊരു പാഠ്യ വിഷയമാക്കാൻ മറ്റുള്ളവർക്ക് എന്തോ ഒരു കുറച്ചിലുള്ളത് പോലെ ഒരു രീതിയിലാണ് പല ചാനലുകളിലും ആൾക്കാരിരുന്ന് ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വേടന്റെ പുറകെയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വേടന്റെ പുറകെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത്? വേടന്റെ ജാതിയാണോ പ്രശ്നം? ജാതിക്കാട് ഇറക്കി കളിക്കുന്നില്ലേ എന്നാണ് ഇപ്പൊ സംശയം. കാരണം ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എത്രയധികം പുരോഗമനം പറഞ്ഞാലും നമുക്കൊക്കെ ജാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണ്. അതൊരു വൃത്തികെട്ട സത്യം തന്നെയാണത്. കാരണം നമ്മൾ ഇന്നും ഒരു 60-70% ജാതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ബാക്കി ഒരു 40% അല്ലെങ്കിൽ ഒരു 35% ന്യൂജൻ പിള്ളേരും പറയും ഞങ്ങൾക്ക് ശരിയായിരിക്കാം, ന്യൂ ജനറേഷൻ ജാതിയും മറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്നും ന്യൂ ജനറേഷൻ മാത്രമല്ല ഇവിടെ നിന്ന് ജീവിക്കുന്നത്. ഓൾഡ് ജനറേഷൻ ഉണ്ട്, മിഡിൽ ജനറേഷൻ ഉണ്ട്, 90s കിഡ്സ് ഉണ്ട്, 70s ഉണ്ട്, 60s ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ജാതി പ്രശ്നമുണ്ട്. അതും ഈ വാർത്താ ചർച്ചകളിൽ ഇരിക്കുന്ന ആൾക്കാർ കൂടുതലും ആ ഒരു ഏജിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണോ എന്നറിയില്ല, ന്യൂ ജനറേഷനെ ആരും വിളിച്ച് ചർച്ചയ്ക്കിരുത്തുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ വരുമ്പോൾ വേടന്റെ പാട്ടുകൾ അതൊരെന്തോ ഒരു അസഭ്യം പോലെയാണ്. അതൊരിക്കലും ഒരു യൂണിവേഴ്സിറ്റി പഠന വിഷയമാക്കാൻ പാടില്ലായിരുന്നു എന്ന നിലപാടിലാണ് മിക്ക ആൾക്കാരും പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? വേടന്റെ നിറമാണോ പ്രശ്നം? അതോ വേടൻ ഈ പറയപ്പെടുന്ന പോലെ പട്ടികജാതി പട്ടികവർഗം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ? വേടന് പകരം ഒരു ഉന്നതകുല ജാതനാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉയർന്നു വരുമായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ വിപ്ലവമുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയങ്ങൾ പലതിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യക്കാരനും അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കക്കാരിയുമാണ്. ഇതൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളായിരുന്നില്ല. അങ്ങനെ ആയതുകൊണ്ടല്ല, അങ്ങനെ വിഷയമല്ലാത്തത് കൊണ്ടാണല്ലോ ഇരു കൈകൾ നീട്ടി അവരെ സ്വീകരിക്കുകയും അയാൾക്ക് ഈ നാട്ടിൽ വളരാൻ കഴിയുകയും ചെയ്യുന്നത്. പക്ഷെ ഇതിലും വേടൻ വ്യക്തമായി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നും ജാതി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ശ്രീരാമനെ അദ്ദേഹത്തിന് അറിയില്ല, രാവണനാണ് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിവാദമാക്കുന്നത്. പക്ഷെ അദ്ദേഹം ശ്രീരാമനെ ജയ് ശ്രീരാം എന്ന് പറയുന്നത് ശരിക്കും മത തീവ്രവാദത്തിനാണ് അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ ജയ് ശ്രീരാം അല്ലെങ്കിൽ ഹേ ശ്രീരാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജയ് ശ്രീരാം എന്ന് പറയുന്നതെന്നാണ് വേടൻ പറഞ്ഞത്. അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് മിണ്ടാ നിൽക്കാനേ നിവർത്തിയുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ. മതത്തിന്റെ അല്ലെങ്കിൽ മതവൈരങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരേന്ത്യൻ നഗരങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ് ഇത് കൂടുതലും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഹേ ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ അടുത്തിടെ ഇറങ്ങിയ വിവാദമായിട്ടുള്ള ഒരു സിനിമയിലും ഇതൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ വേടൻ പറയുന്നതല്ല തെറ്റ്, നമ്മൾ കാണിക്കുന്നതാണ് തെറ്റ്. പക്ഷെ ആ ഒരു സത്യം വേടൻ വിളിച്ചു പറയുന്നത് ധൈര്യസമേതം തന്റെ പാട്ടിലൂടെ വിളിച്ചു പറയുകയും അത് യുവജനതയെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരൊക്കെയോ ഭയപ്പെടുന്നത് പോലെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാത്തവരും ക്യാമ്പസുകളിൽ പഠിക്കേണ്ടി വരുമ്പോൾ അത് എന്തോ യുവതലമുറയെ വഴിതെറ്റിക്കുമെന്ന് ആരൊക്കെയോ പറഞ്ഞു വെക്കുന്നു, പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിനകത്ത് മൈക്കിൾ ജാക്സണുമായിട്ട് ഈ പറയപ്പെടുന്ന നമ്മുടെ വേടനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലവർ ചോദിക്കുകയാണ് പുച്ഛത്തോട്, എന്തിനാണ് മൈക്കിൾ ജാക്സൺ എവിടെ കിടക്കുന്നു, വേടൻ എവിടെ കിടക്കുന്നു? അതെന്താണ്? മൈക്കിൾ ജാക്സൺ മാത്രമേ ലെജൻഡറി ആകാൻ സാധിക്കുകയുള്ളൂ, വേടൻ ലെജൻഡറി ആകാൻ സാധിക്കില്ലേ? വേടൻ എന്താ? അതാണ് അവിടെ ചോദ്യം. മൈക്കിൾ ജാക്സൺ ആരായിരുന്നു? മൈക്കിൾ ജാക്സൺ ഒരു നീഗ്രോ ആയിരുന്നു. ഹീസ് എ നീഗ്രോ. ബട്ട് അദ്ദേഹം പക്ഷെ പിന്നീട് വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം സത്വത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അദ്ദേഹം വെള്ളക്കാരനാകാനാണ് ശ്രമിച്ചത്. അദ്ദേഹം വെളുക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ നിറത്തെ അദ്ദേഹം വെറുത്തത് കൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് സർജറികൾ മുഴുവൻ ഇദ്ദേഹം മുഴുവൻ പ്ലാസ്റ്റിക് സർജറികളാണ്, റെക്കോർഡ് പ്ലാസ്റ്റിക് സർജറികൾ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ നിറം മാറ്റാനാണ് പ്ലാസ്റ്റിക് സർജറികൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. എന്തിനായിരുന്നു? പക്ഷെ വേടനും മൈക്കിൾ ജാക്സണും തമ്മിലുള്ള അന്തരം അതാണ്. വേടനായിട്ട് മാത്രമാണ് നിലകൊള്ളുന്നത്. അദ്ദേഹം ഒരു മേക്കപ്പും ഇല്ലാതെ, ഒരു വെച്ചുകെട്ടലും ഇല്ലാതെ, ഒരു ജാടയും ഇല്ലാതാണ് ഓരോ സ്റ്റേജിലും വന്ന് പച്ച മനുഷ്യനായിട്ട് നിന്നാണ് പാട്ട് പാടുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തെ ലെജൻഡറി ആക്കി മാറ്റുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം എന്താണ്? ചെറുതിലെ തന്നെ മൈക്കിൾ ജാക്സൺ ലെജൻഡറി ആയില്ല. ഇതുപോലെ ജനങ്ങളെ ഇളക്കി മറിച്ച പാട്ടുകൾ പാടി ലോകത്തെ ഇളക്കി മറിച്ച പാട്ടുകൾ പാടി ലോകത്തിന്റെ നെറുകയിലെത്തി. അങ്ങനെ മനുഷ്യന് പയ്യെ വളർന്ന ഒരു മനുഷ്യനാണ് മൈക്കിൾ ജാക്സൺ. അതുപോലെ തന്നെയാണ് വേടന്റെ പ്രായം എന്താണ്? അദ്ദേഹം
ഇപ്പോൾ ഇറക്കി മറിച്ച് സ്ഥിരകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട്. പക്ഷെ ആ ദൂരങ്ങൾ താണ്ടാൻ ഇവിടെയുള്ള ജാതീയത സമ്മതിക്കുമെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഈ ജാതീയ വെറിയന്മാരുടെ ഇടയിൽ നിന്ന് വേടന്റെ കഴിവുകൊണ്ട് അദ്ദേഹത്തിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.